അബൂബക്കർ ക്രൂരമായ കുറ്റകൃത്യം ചെയ്തുവെന്നും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് 60-കാരിയുടെ വീട്ടിലെത്തിയതെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ട്. പോരാത്തതിന് തെളിവുകൾ നശിപ്പിക്കാനായി മുറിക്കുള്ളിൽ മുളകുപൊടി വിതറി. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും ഇയാൾ തന്നെ. അതായത് കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതിരുന്നിട്ടും കുറ്റമെല്ലാം അബൂബക്കറിൽ മാത്രം ഒതുക്കാനുള്ള അനാവശ്യ തിടുക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേസിൽ മറ്റു പ്രതികൾ ഉണ്ടാകാനുള്ള വിദൂര സാധ്യത പോലും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നില്ല. കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൊബൈൽ ഫോൺ സൈനുലാബുദ്ദീൻ ഓണാക്കിയില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 90 ദിവസമെങ്കിലും അബൂബക്കറിന് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടി വരുമായിരുന്നു. കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും അബൂബക്കർ ഉടൻ ജയിൽ മോചിതനാകില്ല. വയോധികനെതിരെ ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. മരിച്ച സ്ത്രീയുടെ അടുപ്പക്കാരനും വീട്ടിലെ സ്ഥിരം സന്ദർശകനുമായിരുന്ന വയോധികനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങളും കോടതിയിൽ തെളിയിക്കാൻ വിചാരണ ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകന് നല്ലപോലെ വിയർപ്പൊഴുക്കേണ്ടി വരും. നിലവിൽ കേസിലെ 3-ാം പ്രതിയാണ് അബൂബക്കർ. 1-ാം പ്രതി സൈനുലാബുദ്ദീൻ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് അന്വേഷണ സംഘം അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകും. 2-ാം പ്രതിയും സൈനുലാബുദ്ദീന്റെ ഭാര്യയുമായ അനീഷ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. മോഷണം മാത്രമാണോ കൊലപാതകത്തിന് പ്രേരണയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഒരു ചെറിയ കമ്മലും പണവും മൊബൈൽ ഫോണും മാത്രമാണ് ദമ്പതികൾ എടുത്തുകൊണ്ടുപോയത്. മുൻപ് അയലത്തുകാരായിരുന്നവർ തമ്മിൽ മുൻവൈരാഗ്യമുണ്ടോ എന്നും അന്വേഷിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.